കഴിഞ്ഞ ദിവസമേ 2 ഡ്രീം കേക്കിന് ഓർഡർ കിട്ടി. ഒന്ന് ഒരു ചോക്ലേറ്റ് ഡ്രീം കേക്കായിരുന്നു, അതാണിത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ടേ ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമും 1 ടീസ്പൂൺ വാനില എസൻസും 3/4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഇട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കണം. ഡ്രീം കേക്കിന് സ്പെഷ്യലായിട്ടുള്ള വാൻഹുഡിൻ്റെ ചോക്ലേറ്റാണ് ഉപയോഗിക്കുന്നത്, അറിയാമല്ലോ അല്ലേ. റേറ്റ് കൂടുതലാണെങ്കിലേ ടേസ്റ്റ് സൂപ്പർ തന്നെ. അപ്പോൾ 2 ചോക്ലേറ്റും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഒന്ന് കുറുക്കി റെഡിയാക്കിയെടുക്കാം. കണ്ടോ, ഈ പാകമാകുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം. അങ്ങനെ ചോക്ലേറ്റ് സോസ് അവിടെ ഇരിക്കട്ടെ. ഇനി കേക്ക് ടിൻ എടുക്കാം. കേക്ക് ടിന്നിലേക്ക് ഒരു ചോക്ലേറ്റ് കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. പാലും കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്തൊരു മിക്സാണ് വെറ്റ് ചെയ്യാൻ എടുക്കുന്നത്. നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം പാത്രം അടച്ച് 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. തണുത്തതിന് ശേഷം വീണ്ടും എടുത്ത് തുറന്ന് ഇതിലേക്ക് ഒരു ചോക്ലേറ്റ് ക്രീമാണ് വെച്ച് കൊടുക്കുന്നത്, ചേർത്ത് കൊടുക്കുന്നത്. എല്ലായിടത്തും ആ ചോക്ലേറ്റ് ക്രീം ഒന്ന് ആക്കിയതിന് ശേഷം വീണ്ടും 10 മിനിറ്റ് നമുക്ക് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. പാത്രം ഒന്ന് അടച്ച് ഫ്രീസറിലേക്ക് വയ്ക്കാം. അതിനുശേഷം കുറച്ച് നട്ട്സാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ബദാമും കാഷ്യൂനട്ടിൻ്റെയും കുറച്ച് പീസുകൾ ഇതിൻ്റെ മുകളിലേക്ക് വിതറി വീണ്ടും 10 മിനിറ്റ് പാത്രം അടച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുകയാണ്, ഫ്രീസറിലേക്ക് തന്നെ. അതിനുശേഷം വീണ്ടും പുറത്തെടുത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സോസ് ഉണ്ടല്ലോ, ചോക്ലേറ്റ് സോസ്, അതൊന്ന് ഒഴിച്ച് എല്ലായിടത്തും ഒന്നാക്കി സ്പ്രെഡാക്കിയതിന് ശേഷം വീണ്ടും അടച്ച് ഫ്രീസറിൽ തന്നെ വയ്ക്കാം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും തുറന്നതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റാക്കിയത്, ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റാക്കിയ ചോക്ലേറ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അടച്ച് ഫ്രീസറിലേക്ക് വീണ്ടും വെച്ച് കൊടുക്കുകയാണ്. ഇനി ലാസ്റ്റ് കുറച്ച് ഡെക്കറേഷനാണ് വേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ബൂസ്റ്റും അതുപോലെ തന്നെ കുറച്ച് ബ്രൂവിൻ്റെ കോഫി പൗഡറും കൂടി ഇട്ട് കൊടുത്തായിരുന്നു. അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ തന്നെ താഴെ വെച്ചു, ഫ്രീസറിലല്ല. പിന്നെ കൊടുക്കുന്ന സമയത്തൊരു ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്കും കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഡ്രീം കേക്ക്? ഇനി എൻ്റെ കയ്യിലിരിക്കുന്ന വേറൊരു ഡ്രീം കേക്കുണ്ട്, അതിൻ്റെ റെസിപ്പി അടുത്ത ദിവസം തന്നെ ഇടാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.